ക്ലർക്കായിട്ട് ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ജോലി ചെയ്യുകയാണ്. ഞാൻ 8 വർഷമായി ആചാര്യ ശിഷ്യനായിട്ട് വേദം പഠിക്കുന്നു. എൻ്റെ ഭാര്യയും മകനുമാണ്. എൻ്റെ പേര് സുജിഷ. ഞാൻ കാലിക്കറ്റ് എയർപോർട്ട് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് വേദപഠനം ആരംഭിച്ചത്. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ അവിടെ സേവാമന്ദിരം സ്കൂളിൽ +2 പഠിക്കുകയാണ്. പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട ബലിവൈശ്യ ദേവയജ്ഞം 5 വർഷമായി ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. 2010 മെയ് 1-ാം തീയതി ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചതിന് ശേഷം ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിത്യവും ബലിവൈശ്യ ദേവയജ്ഞം അനുഷ്ഠിക്കണം. ഞാൻ വാസ്തുപുരുഷനുമായിട്ട് ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ശിഷ്യനെ അങ്ങ് സംരക്ഷിക്കണം, അവൻ പഞ്ചമഹായജ്ഞങ്ങൾ നിത്യവും ആചരിക്കും എന്നുള്ള ആ അഗ്രിമെൻറ്റ്. അതുപ്രകാരം മെയ് 2-ാം തീയതി മുതൽ നമ്മൾ ഈ ബലിവൈശ്യ ദേവയജ്ഞം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വേദങ്ങൾ പറയുന്നുണ്ടല്ലോ, നമ്മളെ നിത്യവരുമാനത്തിൻ്റെ 10-1 നമ്മൾ ദാനം ചെയ്യണം. അത് അശരണർക്ക്, പതിതർക്ക്, പക്ഷിമൃഗാദികൾക്ക്, പാപരോഗികൾക്ക്. അപ്പം അതിന് ആ ദാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിത്യവും പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത് അനുഷ്ഠിച്ചു വരുന്നത് എന്നാണല്ലോ സങ്കല്പം. അപ്പം അതുപ്രകാരം നമ്മളിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ വളരെയധികം സന്തോഷം നൽകുന്നതാണ്. കാരണം നമ്മൾ ദിവസവും ഈ ബലിവൈശ്യ ദേവയജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ആദ്യ ഒരു പങ്ക് അതാണ് നമ്മൾ എടുത്തു വെച്ചിട്ട് ഇവർക്ക് നെയ്യും ഉപ്പും ചേർത്തിട്ട് ഒരു പങ്ക്, അതോടൊപ്പം തന്നെ നെയ്യും തേനും ചേർത്തിട്ട് വേറൊരു പങ്ക് അതായിട്ട് അഗ്നിക്ക് കൊടുക്കുന്നതും മറ്റേ നമ്മൾ ആ മന്ത്രോച്ചാരണത്തോടു കൂടി നമ്മൾ ഓരോ ആഹുതി ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾക്കൊക്കെ ഇപ്പം വിശന്ന് ദാഹിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് അല്പം വെള്ളം കിട്ടിയാൽ, ഭക്ഷണം കിട്ടിയാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ സന്തോഷം തന്നെയായിരിക്കും നമ്മുടെ സഹജീവികളായ ഇപ്പം കവികളൊക്കെ പാടിയിട്ടുണ്ടല്ലോ, എന്താണ് മണ്ണിലും വിണ്ണിലും സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ ഇരിക്കുന്നു. അപ്പം നമുക്കറിയാം പക്ഷിമൃഗാദികളിലും ഈശ്വര ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വിശന്ന് വലഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അവരുടെ ഉള്ളിലൊരു നിർവൃതി ഉണ്ടാവും. ആ നിർവൃതിയാണ് നമ്മളെ പുണ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുമെന്നതിൻ്റെ ഒരു വിശ്വാസം നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പല പ്രയാസങ്ങളും അകന്നു പോയിട്ടുണ്ട്. പല ആപത്തുകളിൽ നിന്ന് നമുക്ക് ഗുരു കൃപയാൽ നമ്മൾ രക്ഷ നേടിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ നമ്മളിപ്പോൾ രാവിലെയൊക്കെ അഗ്നിഹോത്രം ചെയ്ത് കഴിയുമ്പം ഈ പക്ഷികളൊക്കെ വന്ന് ഈ ജനവാതിൽ തുറന്നിട്ടിട്ടാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മളെ അത് ചെയ്യുമ്പോൾ ആ മന്ത്ര സാധനം അവർ കേട്ട് അത് അവർ ആസ്വദിക്കാൻ നിത്യവും വന്നിരിക്കാറുണ്ട്. അത് വന്നിരുന്നിട്ട് അത് നമ്മൾ അവരെ സമയം തെറ്റിക്കഴിഞ്ഞാൽ അവർ വന്നിട്ട് വേഗം ചെയ്തു പോകാന്നില്ല ഒരു നിർദ്ദേശം ആയിരിക്കാം അവരെ സംസാരത്തിൽ നിന്ന് നമുക്ക്, അല്ല അവരെ ആ ചിലക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ശരിക്കും അവരോട് സംവദിക്കുന്നുണ്ട് നമ്മൾ അവരോട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേഴാമ്പൽ പോലുള്ള മനുഷ്യരോട് വളരെ വിട്ടു നിൽക്കുന്ന ഒരു പക്ഷിയാണ് ശരിക്കും. വേഴാമ്പൽ അങ്ങനെ അടുക്കുന്ന ഒരു പക്ഷിയല്ല. പക്ഷെ ആ പക്ഷി പോലും
നിത്യം വന്ന് നമ്മളെ ആഹുതി സ്വീകരിച്ചിട്ട് പോകാറുണ്ട്. അവർക്ക് ആ സന്തോഷം ഇന്നും ശരിക്കും ആ ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ വേഴാമ്പൽ പോലും ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കരയാൻ തുടങ്ങും, വിളിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്കത് ഭയങ്കര ഫീലിംഗാണ്. ശരിക്കും അഗ്നിഹോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉണ്ടായൊരു സംഭവം ഞാൻ നിങ്ങളോട് വിവരിക്കാം. അപ്പോൾ ഒരു ദിവസം ഞാൻ അഗ്നിഹോത്രം ചെയ്ത് ഇപ്പം നമ്മൾ അഗ്നിഹോത്രം ചെയ്യുമ്പോഴൊക്കെ ആ മന്ത്രത്തിൻ്റെ ധ്വനിയും അതൊക്കെ കേട്ടിട്ട് ശരിക്കും പക്ഷികൾ ആസ്വദിക്കുന്നുണ്ടെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവാൻ സാധിച്ചത് അന്നാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഒരു പ്രത്യേക പക്ഷിയുടെ ഒരു നാദം നമ്മൾ ഈ മന്ത്രസാധന ചെയ്യുന്നതിൻ്റെ ഇടയിൽ കേൾക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പുതിയ പക്ഷി വന്നിട്ടുണ്ട്, നീ നോക്കി നീ കേട്ടോ, ശബ്ദം കേട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കുറേ പക്ഷികളുടെ ശബ്ദത്തിനിടയ്ക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട്, പുതിയൊരാളാണ്, പുതിയ നമ്മുടെ അതിഥിയാണ്, ഇന്ന് ദൈവം പറഞ്ഞയച്ച അതിഥിയാന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ ശരി, നമ്മളത് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആ കിളിയെ നമ്മളെ മുന്നേ തന്നെ ദൈവം പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ളതൊരു വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാനിങ്ങനെ അടുക്കളയിൽ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ വെട്ടിത്തളച്ചിരിക്കുന്ന വെളിച്ചെണ്ണ സ്റ്റൗവിൽ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷി വന്നിട്ട്, പുതിയ പക്ഷി, കാണാത്തൊരു പക്ഷി വന്നിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം ആ കമ്പിയിൽ വന്നിരുന്ന് കുറേ നേരം ഇരുന്ന്, പിന്നെ മെല്ലെ മെല്ലെ ചാടി അത് ആ തിണയിൽ വന്നിരുന്ന് വാഷ് ബേസിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഞാനാകെ പേടിച്ചുപോയി. കാരണം അടുപ്പത്ത് വെളിച്ചെണ്ണ തിളക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും, പക്ഷി വന്ന് ഇതിൽ വീഴുമോ, ആ ടെൻഷനിൽ ഞാൻ വിളിച്ചു, ഓടി വരുമെന്ന് പറഞ്ഞ് വിളിച്ച്. അങ്ങനെ ആ വിളിച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ നീ വീണോ, നീ വീണിട്ട് എന്തോ പ്രയാസപ്പെട്ട് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, അഗ്നിഹോത്രം ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറയുന്നത് ഈശ്വരന്റെ ഒരു ദൂതൻ ഇവിടെ ഉണ്ട്, ഒരു പക്ഷിയായിട്ട്, ആ പക്ഷിയുടെ ആ നാദാണ് ഇപ്പൊ നമ്മൾ കേട്ടത് എന്നൊക്കെ പറഞ്ഞു. നീ അപ്പോൾ അവള് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ ഓടി വന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. കുറച്ച് സമയം വന്ന് കണ്ട്, എല്ലാവരും കണ്ട്, പിന്നെ അത് അതേ വഴിക്ക് തന്നെ, നമ്മളൊന്നും ചെയ്തില്ല, ഞങ്ങൾ ആരും അനങ്ങിയില്ല, വന്ന വഴി തന്നെ മെല്ലെ മെല്ലെ അങ്ങ് തിരിച്ചുപോയി. അത് ശരിക്കും കാണിച്ചു തന്നു, നീ കാണാത്ത ജീവിയല്ലേ, നീ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് എനിക്കൊരു വാണിംഗ് തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്ന്. നല്ലൊരു അനുഭവമായിരുന്നത്. പിന്നെ നായ്ക്കളൊക്കെ വന്നാൽ ഇപ്പൊ നമ്മൾ 6 ആഹുതിയാണല്ലോ ഇവർക്ക് വെക്കുക. അപ്പൊ ശുഭ്യോം നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കുന്ന ആഹുതി ഇപ്പൊ അത് ഈ സാധാരണഗതിയിൽ നായ്ക്കളൊക്കെ ഭക്ഷണം കണ്ടാൽ മുഴുവൻ അടിച്ച് ഫ്ലാറ്റാക്കി പോവുക. ഇത് എന്ന് പറഞ്ഞാൽ ആ ആഹുതിന്റെ അപ്പുറം അവർക്ക് തിന്നാൻ പറ്റില്ല. അവർക്ക് അതെന്തോ ശരിക്കും അങ്ങനെയാണ്. ഒരു ഉരുള മാക്സിമം ഒരു 1.5 ഉരുള കഴിച്ചിട്ട് അവര് അത് അവർക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകും. അതൊക്കെ നമുക്ക് നിത്യ അനുഭവമാണ് ശരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ദിവസം നമ്മളിപ്പോ അത് ചെയ്യാൻ നേരം വൈകിയാല് കൃത്യമായിട്ട് കാക്കകൾ വന്നിട്ട് ചീത്ത പറയുന്ന കാര്യം പുറത്ത് നമ്മളെ കരഞ്ഞിട്ട് ഒക്കെ ശരിക്കും അനുഭവിക്കണം, നമ്മൾ നിത്യം അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പക്ഷി മൃഗാദികളെ ഒരു സന്തോഷവും ഒരു എന്താ പറയാ, അവരെ ഒരു പാട്ടുകളും ഒക്കെ നമുക്ക് നിത്യവും നമ്മുടെ വീടുകളിൽ ചുറ്റോറും നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളൊക്കെ ഒരു സാധാരണഗതിയിൽ നമ്മൾ ഇതൊക്കെ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിന് വേദം പഠിക്കുന്നതിൻ്റെ ഒക്കെ മുമ്പേ ആയിട്ട് നമ്മൾ ഈ പക്ഷികളെ ഒരു ചിലക്കലോ അല്ലെങ്കിൽ നാദമോ ഒന്നും കേൾക്കാറില്ല, അതിലേക്ക് ശ്രദ്ധിക്കാനുള്ള സമയം പോലും കിട്ടാറില്ല. പക്ഷെ ഇപ്പൊ അവരൊക്കെ നമ്മുടെ കൂടെ തന്നെയാണ്. കാരണം രാവിലെ എഴുന്നേറ്റാൽ ഏതൊക്കെയോ ഇപ്പം മൈനകളായാലും കുയിലുകളായാലും ഒക്കെ നിത്യവും അവർ പാട്ടുപാടി നമ്മളെ എന്താ പറയുക ആ സന്തോഷത്തോടെ അവരെ ലാളന കേട്ടിട്ട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് വീട് വിട്ട് എവിടെയും പോകാൻ തോന്നൂല.
അവരൊക്കെ നമ്മളെ മക്കളാണ്. ഞാൻ ഇവിടെ വീട്ടിൽ പോയാൽ പോലും അന്ന് രാത്രി തന്നെ അവിടെ തിരിച്ചു വരും, നിൽക്കൂല. ഞാൻ പറയും എന്ത് വിശേഷമായാലും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും പുലർച്ചെ സമയത്ത് ആണെങ്കിലും ഇവിടെ വരും, ഭക്ഷണം ഉണ്ടാക്കി അത് കൊടുക്കാം. നമുക്ക് പോയിക്കൂടാ. നമ്മളെ വീട്ടിലൊരു പ്രായമായവരും അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒറ്റയ്ക്കാക്കി പോകുന്ന പ്രതീതിയാണ് ഇപ്പോൾ. നമുക്ക് വീട് ഒഴിച്ചിട്ട് പോകാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബഹളാണ്. ഒരു ദിവസം ഇത്തിരി ലേറ്റായിട്ട് നമ്മുടെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ ഒരു ദിവസം എന്നെ വിളിച്ചു, എന്താ നീ പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്തില്ലേന്ന്. കാരണം ഭയങ്കര ബഹളം. ഒരു ഇത്തിരി നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതുപോലെ ഒന്നുമല്ല, ശാന്തമായ അന്തരീക്ഷമൊക്കെ ഇപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ബഹളം വെച്ചിട്ട് അതൊരു അനുഭവമാണ്. നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് അത് കേൾക്കുമ്പോൾ. അയ്യോ, കുട്ടികൾ സ്വന്തം ചീത്ത പറയുന്ന അമ്മ ഭക്ഷണം എന്താ തരാത്തതെന്ന് ചോദിക്കുന്ന ഒരു പ്രതീതിയായിട്ട് ഇപ്പം തോന്നുന്നത് അത്.